21 ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന അങ്കിൾ കഫേ ഹോട്ടലിൽ ജോലി അന്വേഷിച്ചെത്തിയതാണ് രതീഷ്. ഹോട്ടൽ നടത്തിപ്പുകാർ ആധാർ കാർഡ് ആവശ്യപ്പെട്ടു. എന്നാൽ ആധാർ കാർഡ് പിറ്റേന്ന് നൽകാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രതീഷിന് ഹോട്ടലിൽ തങ്ങാൻ ജീവനക്കാർ അനുവാദം നൽകി. തൊട്ടടുത്ത ദിവസം വെളുപ്പിന് 1:45 രതീഷ് കൗണ്ടറിലുണ്ടായിരുന്ന 1500ഓളം രൂപയും ഹോട്ടലിന്റെ വിവരങ്ങളടങ്ങിയ ടാബും മറ്റു തൊഴിലാളികളുടെ വസ്ത്രങ്ങളടങ്ങിയ ബാഗും മോഷ്ടിച്ചു കടന്നു. രാവിലെയോടുകൂടിയാണ് മോഷണം നടന്നത് ഹോട്ടൽ ജീവനക്കാർ അറിയുന്നതും രതീഷിനെ കാണാതാകുന്നതും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രതീഷാണ് മോഷണം നടത്തിയതെന്ന് മനസ്സിലായി. ഹോട്ടലുടമ ചടയമംഗലം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളുടെയും രതീഷ് ഹോട്ടലിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിന്റെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം കാട്ടാക്കട ഭാഗത്ത് രതീഷ് ഉണ്ടെന്നുള്ള വിവരം ചടയമംഗലം പോലീസിന് ലഭിച്ചു. മാറനല്ലൂർ പോലീസിന്റെ സഹായത്തോടെ ചടയമംഗലം പോലീസ് എത്തി രതീഷിനെ കാട്ടാക്കടയ്ക്ക് സമീപത്തെ വേട്ടമംഗലത്തു നിന്നും പിടികൂടി. കൂടുതൽ ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചു. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പിടിയിലായ രതീഷിന്റെ പേരിൽ മുൻപും 2 മോഷണ കേസുകളുണ്ടെന്ന് ചടയമംഗലം പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.